പാചകവാതക സിലിണ്ടർ വിതരണത്തിലെ കേന്ദ്ര സർക്കാരിന്റെ നിബന്ധനകൾ കേരളത്തിൽ കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ 24-നോട് പറഞ്ഞു. മുൻഗണനാ സ്ഥാപനങ്ങൾക്ക് പരിഗണന നൽകണം എന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്ത് നൽകും. കരിഞ്ചന്തകൾ കണ്ടെത്താൻ റവന്യൂ ഉദ്യോഗസ്ഥരുടെ സ്ക്വാഡ് പരിശോധന തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. 5 സിലിണ്ടറുകൾ മാത്രമേ കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് ഹോട്ടലുകളിലൊക്കെ സൂക്ഷിക്കാൻ പാടുള്ളൂ എന്ന നിബന്ധന കേന്ദ്രത്തിൽ നിന്ന് വന്നു കഴിഞ്ഞു എന്ന് നമുക്കറിയാം. മന്ത്രിയുമായി നടത്തിയ ഈ ചെറിയ സംഭാഷണത്തിലേക്ക്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. സാർ, ഈ യുദ്ധം അത് നമ്മുടെ നാട്ടിനെ ഇപ്പോൾ ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പാചകവാതക സിലിണ്ടർ അതിൻ്റെ പ്രശ്നമാണ് ഏറ്റവും രൂക്ഷമായി തുടരുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ സർക്കാരിൻ്റെ അല്ലെങ്കിൽ വകുപ്പിൻ്റെ ഇടപെടൽ എങ്ങനെയായിരിക്കും? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിബന്ധനകൾ കേരളത്തിൽ കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയാണ്. LPG സിലിണ്ടറുകളിൽ ഗാർഹിക ആവശ്യങ്ങൾക്ക് മാത്രമേ നൽകാവൂ എന്നുള്ള കർശനമായ നിർദ്ദേശമാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത്. വിവിധ ആശുപത്രികൾ, സ്കൂളുകൾ, നിരവധിയായിട്ടുള്ള ക്ഷേമ സ്ഥാപനങ്ങൾ, അതുപോലെ നിരവധി കുടുംബശ്രീ ഹോട്ടലുകളടക്കമുള്ള ഹോട്ടൽ സംവിധാനങ്ങൾ, ഇതെല്ലാം മുൻഗണനയിൽ വരേണ്ടുന്ന സ്ഥാപനങ്ങളാണ്. ആ പരിഗണന നൽകണമെന്ന ആവശ്യം കാണിച്ചുകൊണ്ടുള്ള കത്ത് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കാൻ തീരുമാനിച്ചു. കളക്ടറുടെയും ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥരുടെയും എല്ലാം നേതൃത്വത്തിൽ സ്ക്വാഡുകൾ ഇറങ്ങാനും പൂഴ്ത്തിവയ്പ്പോ കരിഞ്ചന്തയോ ഈ അവസരത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനും അത്തരം നടപടികൾ ആ വിഷയങ്ങൾ കർശന നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രതിസന്ധി പ്രത്യേകിച്ച് കേരളത്തിനുൾപ്പെടെ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ഉണ്ടായിരിക്കുന്നതെന്നാണ് പരക്കെ ഒരു ആക്ഷേപമുള്ളത്. അപ്പോൾ ആ വിഷയത്തിൽ എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രതികരണം? ഇത്തരം വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണം. നമ്മുടെ സ്റ്റേറ്റ് ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. ഇവിടെ നമുക്ക് LPG ഉപയോഗം വളരെ കൂടുതലാണ്. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് നമ്മുടെ മുൻഗണന വീടുകളിലെ ഉപയോഗം മാത്രമല്ല, നമ്മുടെ സാമൂഹ്യ മേഖല മുഴുവൻ സ്തംഭിച്ചു പോകും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് കൂടുതൽ സിലിണ്ടർ ലഭ്യമാക്കാനും ഈ പരിഗണന മനസ്സിലാക്കിക്കൊണ്ടുള്ള നിലപാടിൽ മാറ്റം വരുത്താനും കേന്ദ്രം തയ്യാറാകണം. അതിന് പാർലമെൻറ്റ് അംഗങ്ങൾ ഇടപെടണം. ശക്തമായ ഇടപെടൽ ഇതിനാവശ്യമാണ്. എന്തായാലും വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അഭിജിത്തിനൊപ്പം JB 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.